ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടി എല്ലാവരുടെ മുമ്പിൽ ദൈവവചനവുമായി നിൽപ്പാൻ കർത്താവ് തന്നെ അവസരത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വചനം ഘോഷിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് ക്ലിയറായിട്ട് കേൾക്കുന്നവരോട് സംസാരിക്കുന്നവരോട് സ്തുതിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ലപ്പോൾ അങ്ങയുടെ ആത്മാവ് ക്ലിയറായിട്ട് വചനത്തിലൂടെ ഇടപെടുന്നതോട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ, അങ്ങയുടെ വചനം പണിയട്ടെ, അങ്ങയുടെ വചനം വെളിപ്പാടായി മാറട്ടെ, അങ്ങയുടെ വചനം വിശ്വാസവർദ്ധനവ് വരുത്തട്ടെ. അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ നന്ദി പറയുന്ന എല്ലാം നസ്രാനെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ മെസ്സേജിൻ്റെ ഒരുപക്ഷെ ടൈറ്റിൽ പുതിയ നിയമം, പുതിയ ഹൃദയം എന്ന് ഇടാവുന്നതാണ്. ഞാൻ ടൈറ്റിലൊന്നും തീരുമാനിച്ചില്ല, ഒന്നും ആലോചിച്ചില്ല. പക്ഷെ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ അതിനെ വിളിക്കാം. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ആദ്യം ഒരു വാക്യം വായിക്കാം. 51 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഇവിടെ സങ്കീർത്തനക്കാരൻ എസെൻഷ്യലി പറയുന്നത്, ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ പാപിയാണ്, പാപത്തിൽ ഉരുവായി. 6 വാക്യത്തിൽ പറയുന്നത്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്ന, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അപ്പം അദ്ദേഹം പറയുവാണ്, ഞാൻ അകൃത്യത്തിനുരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് പാപ സ്വഭാവമാണ്. കർത്താവെ, എൻ്റെ ഡീപ്പ് ഇൻസൈഡിൽ അങ്ങനെ സത്യം പഠിപ്പിക്കണമേ. ഇത് മനസ്സിലാക്കാം. ഇപ്പം നമുക്കറിയാം 51 സങ്കീർത്തനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. ദാവീദ് ബത്ശേബയായിട്ട് പാപം ചെയ്ത് പിന്നെ പാപക്ഷമയ്ക്കായിട്ട് എഴുതിയാണ്. പക്ഷേ പരിശുദ്ധാത്മ അതിലൂടെ പറയുകയാണ്, ഞാൻ ജനിച്ചപ്പോഴേ പാപിയായിരുന്നു, പാപ സ്വഭാവം എന്നിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഡീപ്പ് ഇൻസൈഡിൽ അങ്ങയുടെ സത്യം എന്നെ പഠിപ്പിക്കണമേ. 10 വാക്യം കൂടെ വായിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. വേറെ ഭാഷ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ ഹൃദയം പോരാ, ഈ പാപ സ്വഭാവമുള്ള ഹൃദയം എനിക്ക് പോരാ, ഇത് മാറ്റി നിർമ്മലമായൊരു പുതിയൊരു ഹൃദയം കർത്താവെ അങ്ങ് എന്നിൽ സൃഷ്ടിക്കണമേ. ഈ ഹൃദയം പോരാ, ഈ ഹൃദയം കറപ്റ്റായിപ്പോയി. ഞാൻ ജനിച്ചപ്പോഴേ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ജനിച്ചപ്പോഴേ ഞാൻ പാപ സ്വഭാവമുള്ളവനാണ്. ഈ പാപമുള്ള കറപ്റ്റായുള്ള ഹൃദയം ഇനി വേണ്ട, പുതിയൊരു ഹൃദയം അങ്ങ് എനിക്ക് തരണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ നീഡ് മനസ്സിലായി. ജനിച്ചപ്പോഴേ പാപിയാണ്, പാപ സ്വഭാവമുള്ളൊരു ഹൃദയം എന്നിലുണ്ട്. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഈ ഹൃദയം മാറ്റി അങ്ങ് പുതിയൊരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനൊരു ഒരു ഉപമ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യന് ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ ശരിക്കും വലിയ ദൈവിക പാതയിൽ ജീവിച്ച മനുഷ്യൻ. ആ മകൻ രാവിലെ ബൈക്കുമായിട്ട് ഇറങ്ങും, വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെടും, പുകവലിക്കും, കള്ളു കുടിക്കും, സിനിമാ ഹാളിൽ കയറി നടക്കും. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഈ മകൻ്റെ അപ്പന് വലിയ സങ്കടമായിരുന്നു ഈ മകനെ പറ്റി. അപ്പം ഈ മനുഷ്യൻ ചെന്ന് വേറെ മനുഷ്യനടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, എൻ്റെ മകൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും നിൻ്റെ മകൻ നിൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കുക. രാവിലെ ഇത്ര മണിക്ക് എണീക്കുക, ഇന്ന കാര്യം ചെയ്യുക, ഇന്ന ജോലി ചെയ്യുക, അങ്ങനെ അങ്ങനെ തല്ലിപ്പൊളിയായിട്ട് നടക്കാനൊക്കത്തില്ല, സിനിമ ഹാളിൽ പോകാനൊക്കത്തില്ല. പിന്നെ ഈ രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞ്, അത്ര സ്ട്രിക്റ്റ് ആകരുത്,
ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി TV കാണാനോ ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കാനോ ക്രിക്കറ്റ് കാണാനോ ഒക്കെ നീ അനുവദിക്കണം, ഭയങ്കര സ്ട്രിക്റ്റ് ആക്കരുത്. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് പോലെ ചെയ്തു. വീട്ടിലിങ്ങനെ റൂൾസ് ഉണ്ടാക്കി, ഇന്ന കാര്യം ചെയ്യുക, ഇന്ന കാര്യം ചെയ്യുക. ഈ റൂൾസ് അനുസരിച്ച് ഈ മകൻ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയ അപ്പോൾ പുള്ളി ഇങ്ങനെ തല്ലിപ്പുള്ളിയായിട്ട് പിന്നെ ജീവിക്കത്തില്ലെന്നായിരുന്നു. അപ്പം അതുപോലെ ഇദ്ദേഹം റൂൾസ് ഉണ്ടാക്കി, മകൻ ഏറെക്കുറെ അതൊക്കെ ചെയ്തു. അപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമത്തെ മനുഷ്യനെ ഈ ആദ്യത്തെ മനുഷ്യൻ കണ്ടുപിട്ടിപ്പോൾ രണ്ടാമത്തെ മനുഷ്യൻ ചോദിച്ചു, ഈ റൂളൊക്കെ ഉണ്ടാക്കി എങ്ങനെയായിരുന്നു? അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കി, എൻ്റെ മകൻ ഏറെക്കുറെ ഇതൊക്കെ അനുസരിച്ച് നടക്കുന്നുണ്ട്. അവനിപ്പോൾ പുകവലിക്ക് പോകുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, സിനിമാ ഹാളിൽ കയറി നടക്കുന്നില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു, എത്ര നല്ല കാര്യം, നീ സക്സസ്ഫുൾ ആയല്ലോ, നിൻ്റെ മകനെ ഈ തല്ലിപ്പൊളി ജീവിതത്തിൽ നീ മാറ്റി ഒരു പറഞ്ഞൊക്കെ കേൾക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുവന്നല്ലോ, വളരെ സക്സസ്ഫുൾ ആയല്ലോ, വളരെ സന്തോഷകരമായ ഒരവസ്ഥയല്ലേ എന്ന് രണ്ടാമത്തെ മനുഷ്യൻ ചോദിച്ചു. പക്ഷേ ഈ ആദ്യത്തെ മനുഷ്യന് ശരിക്കും വലിയ സന്തോഷമില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖം വാടിയിരിക്കുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മനുഷ്യൻ ചോദിച്ചു, ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നീ മകനെ റൂൾസൊക്കെ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് നിനക്ക് എന്തുകൊണ്ട് സന്തോഷമില്ല? അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇതാണ്, എൻ്റെ മകൻ ഇപ്പോൾ ശരിയാണ്, പുകവലിക്കുന്നില്ല, കള്ള് കുടിക്കുന്നില്ല, സിനിമാ തിയേറ്ററിൽ കയറി നടക്കുന്നില്ല, തല്ലിപ്പൊളിയായിട്ട് നടക്കുന്നില്ല, ഞാൻ കുറേ റൂൾസൊക്കെ വെച്ച് അവൻ ഏറെക്കുറെ അതൊക്കെ അനുസരിച്ച് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ സങ്കടം ഇതാണ്, ഈ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നില്ലെങ്കിലും, അവൻ ലിറ്ററലി ഫിസിക്കലി ചെയ്യുന്നില്ലെങ്കിലും അവൻ്റെ ഹൃദയം ഇപ്പോഴും ഈ കാര്യങ്ങളിലാണ്. അവൻ്റെ ഹൃദയത്തിലെ വാഞ്ച തല്ലിപ്പൊളി കൂട്ടുകാരുമായിട്ടിരുന്ന് കള്ളു കുടിക്കുന്നതിലാണ്, അവരുമായിട്ടിരുന്ന് പുകവലിക്കുന്നതിലാണ്, അവരുമായിട്ട് സിനിമാ ഹാളുകളിൽ കയറി നടക്കുന്നതിലാണ് അവൻ്റെ ഹൃദയം. അവൻ ഹൃദയം കൊണ്ട് വാഞ്ചിക്കുന്നത് ഇതാണ്. അവൻ ഫിസിക്കലി അത് ചെയ്യുന്നില്ല, കാരണം അവനിപ്പോൾ അവസരമില്ല, ഞാൻ പറഞ്ഞ റൂളൊക്കെ അനുസരിച്ച് അവൻ നടന്നേ പറ്റത്തുള്ളൂ. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റമില്ല. അവൻ്റെ ഹൃദയം ഇപ്പോഴും പുകവലിക്കുന്നതിലും കള്ളു കുടിക്കുന്നതിലും സിനിമാ ഹാളിൽ കയറി നടക്കുന്നതിലുമാണ്. പ്രൈസ് ലോർഡ്, അവൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. ഇതന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എനിക്ക് പാപ സ്വഭാവമുള്ള മനുഷ്യൻ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. പുതിയൊരു ഹൃദയം. ഈ ഹൃദയം പാപ സ്വഭാവമുള്ള ഹൃദയം കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. പുതിയൊരു ഹൃദയം എനിക്ക് തന്നാൽ മാത്രമേ എനിക്ക് അങ്ങേ പൂർണ്ണമായിട്ടും പിൻപറ്റാൻ പറ്റുകയുള്ളൂ. കർത്താവും ഈ കാര്യം തന്നെ പറയുന്നൊരു വേദഭാഗം നമുക്ക് വായിക്കാം. യെരമ്യാവ് 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കു പിടിച്ചു മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകും. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പ്രൈസ്. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്ന യഹോവയുടെ കർത്താവ് എസെൻഷ്യലി പറയുന്ന ഇതാണ്. പഴയ ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒരു പരിധിവരെ മനുഷ്യനെ നന്നാക്കുകയുള്ളൂ. അത് പെർഫെക്റ്റേ അല്ല. ഞാൻ അതിലും നല്ലൊരു നിയമം ചെയ്യാൻ പോവുകയാണ്.
ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയങ്ങളിലോട്ട് എഴുതാൻ പോവുകയാണ്. ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കാൻ പോവുകയാണ്. ഈ പുതിയ ഹൃദയത്തോടെ അവർ എൻ്റെ വഴിയിൽ നടക്കും. അവർ എന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഞാൻ അവർക്ക് തരും. സെറ്റ് ഓഫ് റൂൾസ്, ന്യായപ്രമാണം ഒരു പരിധിവരെ ചെയ്യുള്ളൂ, പക്ഷേ ഇത് ഹൃദയത്തെ മാറ്റുകയില്ല. ഞാൻ പുതിയൊരു നിയമം, ഒരു റവല്യൂഷണറി നിയമം ഞാൻ അവരോട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എൻ്റെ നിയമം എഴുതാൻ പോവുകയാണ്. ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണം. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു വേഗം കൂടെ നമുക്ക് വായിക്കാം. ഇത് എസെൻഷ്യലി ഈ കാര്യം തന്നെ പറയുന്ന എസെക്കിയേൽ 36:26-27 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. പുതിയൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളിലും നിയമങ്ങളും അപ്പുറമായിട്ടൊരു പുതിയൊരു നിയമം, കൽപ്പനകളെ ഉള്ളിലാക്കി പുതിയൊരു ഹൃദയം തന്ന് കർത്താവ് സ്വന്തം ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്ന റവല്യൂഷണറി പുതിയ നിയമത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതാണ് സഹോദര സഹോദരി, ഞാനും നിങ്ങളുമുള്ള പുതിയ നിയമം. ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പോരാ, അതൊരു പരിധിവരെ മനുഷ്യനെ നന്നാക്കുകയുള്ളൂ. ടു സർട്ടൺ എക്സ്റ്റെൻഡ് അതൊക്കെ അനുസരിച്ച് നടക്കാൻ നോക്കുമ്പോൾ കുറച്ചൊക്കെ ദൈവിക പാതയിൽ നടക്കാം. പക്ഷെ അതിലും അപ്പുറമായിട്ട് കർത്താവ് പുതിയൊരു ഹൃദയം തന്ന് കർത്താവിൻ്റെ നിയമത്തെ നമ്മുടെ ഉള്ളിലാക്കി കർത്താവ് തൻ്റെ ആത്മാവിനെ തന്ന് അവൻ്റെ ചട്ടങ്ങളും നടക്കുമാറാക്കുന്ന പുതിയ നിയമത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദിനെ പറ്റി പ്രവചനം എന്ന രീതിയിൽ പറഞ്ഞു, കർത്താവെ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കുമാറാക്കണം. ഞാനും നിങ്ങളും ആ പ്രവചനത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിൽ ജീവിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളിലല്ല. കർത്താവ് പുതിയൊരു ഹൃദയം തന്ന് കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മുടെയുള്ള അവൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കുന്ന പുതിയ നിയമത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഫുൾഫിൽമെൻറ്റ് നമുക്ക് പുതിയ നിയമത്തിലെ ഒരു ഭാഗത്തു നിന്നുള്ള വായിക്കാം. 2 കൊരിന്ത്യർ 3-3 ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൽ പാത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ പുതിയൊരു ഹൃദയം കർത്താവ് തന്നു. കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കുന്ന നമ്മൾ പുതിയ ഹൃദയം തന്നു. കർത്താവിൻ്റെ നിയമം നമ്മുടെ ഉള്ളിലാക്കി അവനെ നടക്കുമാറാക്കുന്ന പുതിയൊരു ഹൃദയം തന്ന പുതിയ നിയമത്തിനായി നാം നന്ദിയോടെ. പഴയ ഹൃദയം മാറ്റർ ചെയ്യുന്നില്ല. ഒരുപക്ഷെ ലോകപ്രകാരം നിങ്ങൾ നല്ലതായിരിക്കും, ചീത്തയായിരിക്കും, ഡസൻ മാറ്റർ. വലിയ കുടുംബ പാരമ്പര്യം കാണുമായിരിക്കും, ഇല്ലായിരിക്കും, ഡസൻ മാറ്റർ. കാരണം പഴയത് കഴിഞ്ഞു പോയി. ന്യായപ്രമാണവും ചട്ടങ്ങളും നിയമങ്ങളും പോരാ എന്ന് മാറ്റി കർത്താവ് നമുക്ക് പുതിയൊരു ഹൃദയം തന്ന് കർത്താവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കുന്നു. കർത്താവിൻ്റെ നിയമം നമ്മൾ ഹൃദയത്തിൽ എഴുതിയിരുന്ന പുതിയ നിയമത്തിനാണ് നാം നന്ദിയോടെ സ്തുതിക്കുന്നു. പലപ്പോഴും മനുഷ്യർ പഴയ നോക്കുന്നു, ഇവനെ നല്ലതായിട്ട് വളർത്തിയതാണോ ഇല്ലേ, അതൊക്കെ നല്ല കാര്യമാണ്, കുടുംബ പാരമ്പര്യം ഉണ്ടോ ഇല്ലേ. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തി പഴയ ഹൃദയം മാറ്റി പുതിയ ഹൃദയം നമുക്ക് തന്ന് കർത്താവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പഴയത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, പഴയ പാരമ്പര്യം നല്ലതാണെങ്കിലും ചീത്തയാണ്, കർത്താവ് ഒരു പുതിയൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി പുതിയൊരു നിയമത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിനായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു, കർത്താവിനെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഇപ്പം നമ്മൾ എന്തൊക്കെ കണ്ടു? വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം കണ്ടു.
ദാവീദിൻ്റെ പ്രാർത്ഥന നമ്മൾ കണ്ടു. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കുകയാണ്. നമ്മളതിൻ്റെ ഫുൾഫിൽമെൻ്റ് കണ്ടു. കർത്താവ് തന്നെ പറയുകയാണ്, പഴയ നിയമം പോരാ, ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളും ലംഘനങ്ങളും പോരാ, അതൊന്നും മനുഷ്യനെ നീതിമാനാക്കിയില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ മാറ്റം വരണമെങ്കിൽ കർത്താവ് ഒരു പുതിയൊരു ഹൃദയം നമുക്ക് നൽകാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ വചനം നമ്മുടെ ഉള്ളിലാക്കി, കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന അവൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്ന പുതിയ നിയമത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പഴയ നല്ലതാണേലും ചീത്തയായാലും ലോകപ്രകാരം നല്ലതാണ്, അതെല്ലാം മാറ്റി പുതിയൊരു ഹൃദയം നമുക്ക് തന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്ന ഒരു പുതിയ നിയമത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പം ഇത്രയും നമ്മൾ കണ്ടു, വളരെ നല്ലതായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ കാര്യമെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഫുൾ ആൻസർ എനിക്ക് ഈ മെസ്സേജ് തീർക്കാൻ പറ്റുമെന്നല്ല, വലിയൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. പുതിയൊരു നിയമം, പുതിയൊരു കർത്താവ് തൻ്റെ പുതിയൊരു ഹൃദയം നമുക്ക് തന്നു. പഴയ കറപ്റ്റ് ഹൃദയം മാറ്റി പുതിയൊരു ഹൃദയം തന്നു. കർത്താവിനെ തൻ്റെ ആത്മാവിനെ നമ്മൾ ഉള്ളിലാക്കി ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്ന പുതിയൊരു നിയമം. അപ്പോൾ ഈ പുതിയൊരു നിയമം, പുതിയ ഹൃദയമൊക്കെ ആകുമ്പോൾ വളരെ നല്ല ഫലം നമ്മൾ കാണേണ്ടതല്ലേ. ഇത്രയും വിശ്വാസി, പുതിയ നിയമത്തിലുള്ള വിശ്വാസിയിൽ ആ പുതിയൊരു ഹൃദയത്തിൻ്റെയും കർത്താവിൻ്റെ വചനം ഉള്ളിലെഴുതിയതിൻ്റെയും കർത്താവിൻ്റെ ആത്മാവിനെ ഉള്ളിലാക്കിയാണ് ചട്ടങ്ങൾ നടക്കുമാറാക്കുന്ന രീതിയിലൊക്കെയുള്ള ഫലം നാം കാണേണ്ടതല്ലേ, നാം കാണുന്നുണ്ടോ? പലപ്പോഴും വിശ്വാസി ഫലം നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഈ സപ്പോസറ്റ്ലി പുതിയ നിയമവും പുതിയ ഹൃദയമൊക്കെയുള്ള വിശ്വാസി സാക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്നു. ഇതാണ് എൻ്റെ കാര്യം. പലപ്പോഴും പല 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 എക്സാമ്പിൾസ് പലപ്പോഴും വിശ്വാസി അവിശ്വാസി കഴിഞ്ഞ് മോശമായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വരുന്നു. അനേക വർഷങ്ങളായിട്ട് വിശ്വാസികളിലും നമ്മളത് കാണുന്നു. എനിക്കൊരാളെ അറിയാം, പേരൊന്നും പറയുന്നില്ല. അപ്പം ആൻറ്റിയുടെ അടുത്ത് നിന്ന് സ്തോത്രം മാത്രമേ കേൾക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ആൻറ്റി വീട് പ്രാർത്ഥനയ്ക്കായിട്ടും കൊടുത്തേക്കും. ആൻറ്റി വീട്ടിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ പോലും താക്കോല് കൊടുത്ത പ്രാർത്ഥന ആ വീട്ടിൽ നടക്കും. ഇതൊക്കെ ശരിയാ, വിശ്വാസി അനേകമാണ്. പക്ഷെ അസൂയയുടെ കാര്യത്തിൽ പുള്ളിക്കാരി ടോപ്പാ. എന്തുകൊണ്ട് ഈ പുതിയ ഹൃദയവും ഇത്രയും വലിയ റവല്യൂഷണറി പുതിയ നിയമമൊക്കെയാണ്, എന്തുകൊണ്ട് അതിൻ്റെ ഫലം നാം കാണുന്നില്ല? വലിയൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫുൾ ആൻസർ ഇവിടെ തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ? ഇല്ല. ഇതൊരു എനിക്കറിയാവുന്ന ഈ വിശ്വാസികൾ, അനേക വിശ്വാസികളും പ്രാർത്ഥിക്കുന്നവരാണ്. ആരാധിക്കാത്തതുകൊണ്ടാണ്. ഇവരെല്ലാവരും ആരാധിക്കുന്നവരാണ്. പാരമ്പര്യ സഭകൾ വിട്ട്, നാമധേയ സഭകൾ വിട്ട് വിശ്വാസി സഭയിൽ വരാത്തത് കൊണ്ടാണ്. അതുമല്ല, ഇവരൊക്കെ നാമധേയ സഭകൾ വിട്ട് വിശ്വാസി സഭകളിലോട്ട് വന്നവരുമാണ്. എന്തുകൊണ്ട് നാം ഈ പുതിയ ഹൃദയം അഥവാ ക്രിസ്തുവിൻ്റെ ഹൃദയം നാം പലപ്പോഴും വിശ്വാസികൾ അതിൻ്റെ ഫലം കാണുന്നില്ല? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസപ്പോസ്തലൻ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. എന്തുകൊണ്ട് അതിൻ്റെ ഫലം നാം പല വിശ്വാസികളിലും കാണുന്നില്ല? പ്രാർത്ഥിക്കുന്ന, കൈയടിച്ച് ആരാധിക്കുന്ന, കൂട്ടായ്മ ആചരിക്കുന്ന വിശ്വാസിന് പലപ്പോഴും എന്തുകൊണ്ട് നാം ഈ പുതിയ ഹൃദയത്തിൻ്റെ ഫലം കാണുന്നില്ല? വലിയൊരു ചോദ്യമാണ്. എന്നോട് ബന്ധപ്പെട്ട് ഒരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഓൾമോസ്റ്റ് ഒരു അനലജിക്ക് നമ്മളൊരു ഷർട്ട് മാറി, ഒരു തുണി മാറി
കുടിച്ച് പുതിയ ഉടുപ്പെടുക്കുന്ന ഏതാണ്ട് ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നീതിയിലും വിശുദ്ധിയിലും ജനിച്ച ദൈവ സൃഷ്ടി പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളും. ഈ പുതുമനുഷ്യൻ, പുതുഹൃദയം, കർത്താവ് പറയുവാണ്, പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയും, പഴയ മനുഷ്യനെ മാറ്റി ഈ പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളും. ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, പഴയ മനുഷ്യനെ മാറ്റി ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് പുതുമനുഷ്യനെ ധരിക്കുന്നില്ല എങ്കിൽ നാം ഈ പുതിയ ഹൃദയത്തിൻ്റെ ഫലം കാണണമെന്നില്ല. പഴയ മനുഷ്യനെ മാറ്റി ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് പുതുമനുഷ്യനെ ധരിക്കുന്നില്ല എങ്കിൽ നാം പുതിയ ഹൃദയത്തിൻ്റെ ഫലം കാണണമെന്നില്ല. പക്ഷേ ഈ വേദഭാഗം അത്ര ക്ലിയർ ആവുന്നില്ല. ഇതൊക്കെ നമുക്കൊരു ഫിലോസഫിക്കലി പറയാം. പഴയ മനുഷ്യനെ മാറ്റി ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് അതെങ്ങനെയാണ് നാം ചെയ്യേണ്ടത്? എങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ഈ പുതുമനുഷ്യനെ ധരിച്ച് പുതിയ ഹൃദയത്തിൻ്റെ ഫലം നാം കാണുന്നത്? ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വേദഭാഗമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ 2 പത്രോസ് 1-ാം അധ്യായം 4 മുതലുള്ള വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും അത്ര ഞാൻ വായിക്കുന്നില്ല. വളരെ അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട്ട് വരുന്നു. അതിൽ നിന്ന് നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് വിശ്വാസത്തോട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകി. എന്താണത്? ദൈവവചനം. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട്ട് വരുന്നു. ദൈവവചനത്താലാണ് നാം പുതുഹൃദയം പ്രാപിച്ച് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്കെല്ലാം പുതുഹൃദയം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്ന പുതിയ നിയമത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് നാം ഈ പുതിയ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാണ്. കർത്താവ് നമുക്ക് തന്നേക്കുന്ന ദൈവവചനം നാം ഏറ്റെടുക്കണം. ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ദൈവവചനത്തിൽ തന്നെ ദാഹിക്കണം. ഈ ദൈവവചനത്തിലൂടെയാണ് നാം ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടവരും. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്താൽ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെന്ന് അവയാൽ ദൈവവചനത്താൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനുണ്ട്. എങ്ങനെയാണ് നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറുന്നത്? എങ്ങനെയാണ് നാം കർത്താവ് നമുക്ക് തന്നേക്കുന്ന പുതുഹൃദയത്തിൻ്റെ ഫലം ദൈവവചനത്താലാണ്. ദൈവവചനം എത്രത്തോളം നാം സംഗ്രഹിക്കുന്നു, എത്രത്തോളം നാം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു, എത്രത്തോളം അതിനായി ദാഹിക്കുന്നു, അപ്പോഴാണ് ഈ ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്ത് നമ്മെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനായിട്ട് അവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഈ ദിവ്യ സ്വഭാവത്തിന് ഒരു പോയിന്റിലൂടെ 5-6 വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് നല്ല ക്യാരക്ടർ, എപ്പോഴും ദേഷ്യപ്പെടത്തില്ല, എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കും, എല്ലാവരോടും കരുണയായിട്ട് മാറും. അതൊരു ഭാഗമേ ആണ്. 5-6-7 വാക്യങ്ങൾ സ്ഥിരം ക്ലിയറായിട്ട് പറയും. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളു. ദിവ്യ സ്വഭാവം വരുമ്പോൾ എല്ലാം ഇൻക്ലൂഡാണ്. വിശ്വാസം, ഇന്ദ്രിയജയം, സഹോദരപ്രീതി, സ്നേഹം എല്ലാം ഉണ്ട്. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരും. നാം ദിവ്യ സ്വഭാവത്തിൽ വളരുമ്പോൾ ഒരു കാര്യം വരുമ്പോൾ നാം ഭയപ്പെടത്തില്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരും. അത് മാത്രമല്ല, കൂട്ടുകാരോടും സഹോദരന്മാരോടും വളരെ സ്നേഹത്തോടെ നാം ഇടപെടും. കാരണം നാം ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാണ്.
ക്യാരക്ടർ മാത്രമല്ല, വിശ്വാസവും വീര്യവും അതിൻ്റെ കൂടെ തന്നെ വരും. എങ്ങനെയാണ് നാം ഒരിക്കലും ഞാൻ പറയട്ടെ, കർത്താവ് നമുക്ക് പുതുഹൃദയം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ പുതിയ നിയമത്തിലാണ് നാം. കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവൻ്റെ ചട്ടങ്ങൾ നടക്കുന്ന പുതിയ നിയമത്തിൽ. പക്ഷെ എങ്ങനെയാണ് നാം ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായത്? ദൈവവചനത്താൽ മതിമഹത്വം വിലയേറിയ വാക്തം അവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് ദൈവവചനത്തിന് എത്രത്തോളം ദാഹിക്കുന്നു, എത്രത്തോളം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു, അത്രത്തോളം നാം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. നമ്മൾ ബന്ധപ്പെട്ട് ഒരു ഭാഗം കൂടെ വായിച്ച് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മൾ എന്താണ് കണ്ടത്? നാം പുതിയ നിയമത്തിലാണ്. സങ്കീർത്തനക്കാരനായ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണം. ഇത് നമ്മൾ ലിറ്ററലി കണ്ടു. കർത്താവ് പറയാണ്, ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പോരാ, ഞാനൊരു പുതിയ ഹൃദയം ഈ ജനങ്ങൾക്ക് കൊടുക്കും. എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി അവരെ എൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. പിന്നെ നമ്മൾ കണ്ടു പലപ്പോഴും വിശ്വാസികളിൽ ഈ പുതിയ ഹൃദയത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ ഫലം കാണുന്നില്ല. എന്തുകൊണ്ട്? നാം അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇത് നാം കർത്താവിൻ്റെ ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെങ്കിൽ, പുതിയ ഹൃദയത്തിൻ്റെ ഫലം നാം കാണണമെങ്കിൽ ദൈവവചനത്താലാണ് അത് വരുന്നത്. കർത്താവ് എത്രത്തോളം നാം ദൈവവചനം ഏറ്റെടുക്കുന്നു, വിശ്വാസം ഏറ്റെടുക്കും, അതിനായി ദാഹിക്കുന്നു, അത്രത്തോളം നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. നമ്മൾ ബന്ധപ്പെട്ട് ഒരു വാക്യങ്ങളോ വായിക്കാം, ഒരു ഭാഗങ്ങളോ വായിക്കാം. സദൃശവാക്യങ്ങളുടെ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി നിന്റെ ശബ്ദമുയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നു, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം കണ്ടു, ദൈവവചനത്തിലൂടെയാണ് നാം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരുന്നത്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരുന്നത്. ദൈവവചനം. പക്ഷേ ഈ ഭാഗം സ്പെസിഫിക് ആയിട്ട് പറയും, ദൈവവചനത്തിലൂടെ എങ്ങനെയാണ് നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിത്തീരുന്നത്. വെറുതെ ഫോർമാലിറ്റി കൊണ്ട് ദൈവവചനം വായിച്ചതല്ല, വെറുതെ ഏതാണ്ടൊക്കെ കേൾക്കുന്ന പോലെ ദൈവവചനം കേൾപ്പാൻ. ആ വചനത്തിനായി ദാഹമുണ്ടോ? വചനം ഉള്ളിൽ സംഗ്രഹിക്കുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങളെ ഇവിടെ പറയുന്നു, ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം നാം ഉയർത്തുന്നുണ്ടോ? വചനത്തിൻ്റെ മർമ്മങ്ങളെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ അങ്ങനെ ദാഹത്തോട് ദൈവവചനം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നാം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിത്തീരും. ഞാൻ ഒരിക്കലും പറയട്ടെ, നാം കണ്ടു പുതിയ ഹൃദയം, നമ്മൾ കണ്ടു പുതു സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെന്ന് കണ്ടു. പക്ഷെ എങ്ങനെയാണ് നാം പ്രാപിക്കുന്നത്? ദൈവവചനത്തിലൂടെയാണ്. പക്ഷെ ദൈവവചനം ഫോർമാലിറ്റി ആയിട്ട് വായിച്ചുകൊണ്ടോ, ചുമ്മാ എല്ലാം ചെയ്യുന്ന പോലെ വായിച്ചുകൊണ്ടോ നാം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരത്തില്ല. ദൈവവചനത്തിനായി ദാഹിച്ച്, അതിലെ മർമ്മങ്ങൾക്കായി ദാഹിച്ച്, അതിലെ നിക്ഷേപങ്ങളെപ്പോലെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തരും. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ വചനം നമ്മിൽ ക്രിയ ചെയ്യത്തുള്ളൂ. ആ വചനത്തിനുള്ള രൂപാന്തരം നാം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. പലപ്പോഴും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ദൈവസഭയിൽ പോകുന്നു. പക്ഷെ പലപ്പോഴും സങ്കടത്തോടെ വചനത്തിനായ ദാഹം പലരിലുമില്ല. എല്ലാവരും ഫോർമാലിറ്റി, എല്ലാവരും മതം പോലെ ചെയ്യുന്നു. സഹോദരി, ദൈവവചനത്തിനായ ദാഹമില്ലെങ്കിൽ, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ ഈ ദൈവവചനത്താലുള്ള രൂപാന്തരം ദിവ്യ സ്വഭാവത്തിൽ നിങ്ങൾ പങ്കാളികളായി തീരണമെന്നില്ല. നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ദൈവവചനം വായിക്കുന്നവരായിരിക്കും, കൈയടിച്ച് ആരാധിക്കുന്നവരായിരിക്കും. പക്ഷെ ദൈവവചനത്തിനായ ദാഹമില്ല എങ്കിൽ, കർത്താവിൻ്റെ വചനം ദാഹത്തോടെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഉള്ളിൽ സംഗ്രഹിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ മർമ്മങ്ങളെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നില്ല എങ്കിൽ, ഈ ദൈവവചനത്താലുള്ള രൂപാന്തരം നിങ്ങൾ കാണണമെന്നില്ല. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നിങ്ങൾ പങ്കാളികളാണെന്നില്ല. വർഷങ്ങളോളം വിശ്വാസികളായിരിക്കാം, വർഷങ്ങളോളം കൈയടിച്ച് ആരാധിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം. സഹോദരി, ഒരു വാക്ക് ഞാൻ, ദൈവവചനത്തിനായ ദാഹമില്ല, ദൈവവചനം ദാഹത്തോടെ അന്വേഷിച്ചതിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നില്ല എങ്കിൽ,
അതിൻ്റെ മർമ്മങ്ങളെ വലിയ പോലെ നിക്ഷേപത്തരയിൽ ഇല്ല എങ്കിൽ ദൈവവചനത്താലുള്ള രൂപാന്തരം നിങ്ങൾ കാണണമെന്നില്ല. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നിങ്ങൾ പങ്കാളികളാണെന്നില്ല. കർത്താവിൻ്റെ പുതുഹൃദയത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കണമെന്നില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്നലെ സമയത്തിനെ സ്തുതിക്കുന്നു. ദൈവവചന കോഷ് പാടിയനെ ബലപ്പെടുത്തിയതിനെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ഫോർമാലിറ്റി ആയിട്ട് പോകുന്നു. അങ്ങയുടെ വചനത്തിനായ ദാഹം നമുക്കില്ല. അങ്ങയുടെ വചനം ഉള്ളിൽ സംഗ്രഹിച്ചതിൻ്റെ മർമ്മങ്ങളെ വെള്ളിയെ പോലെ നിക്ഷേപങ്ങൾ പോലെ ഞങ്ങൾ തരുന്നില്ല. പലപ്പോഴും ഒരു പുതുഹൃദയം ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണ ഫലം നാം കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരും. അങ്ങയുടെ വചനത്തിനായ ദാഹം ഞങ്ങൾക്ക് തരുമാറാണ് പ്രാർത്ഥി. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ച് അതിൻ്റെ മർമ്മങ്ങളെ വെള്ളിയെ പോലെ നിക്ഷേപങ്ങളെ പോലെ തരാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥി. അങ്ങനെ നാം ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളെ മാറട്ടപ്പോൾ വിശ്വാസവും വീര്യവും ഇന്ദ്രിയജയവും സഹോദര പ്രതി സ്നേഹം എല്ലാം ഞങ്ങൾ വർദ്ധിക്കട്ടെ. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറട്ടെ. അങ്ങനെ വില പ്രവർത്തിക്കാൻ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ട് നന്ദി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാം നസ്രാനെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.